നമ്മൾ പെർഫ്യൂമൊക്കെ വാങ്ങി. എന്നിട്ട് നീണ്ട ഷോപ്പിംഗ് ആയിരുന്നു. നല്ല ടയർഡായി. അതായത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതൊരു വൻ ഷോപ്പിംഗ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടയർഡായി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ടർക്കിഷ് റെസ്റ്റോറൻ്റായ ഇവിടുത്തെ ബിഗ് ഷെഫ് ഇവിടെ സെൻട്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്റ്റോപ്പ് അപ്പുറമായിരുന്നു നമ്മൾ നിന്നിരുന്ന മോളിൻ്റെ അവിടെ നിന്ന്. അതെ, അപ്പോൾ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇനി ഒരു 7 മിനിറ്റ്സ് നടക്കാനുണ്ട്. ഒരു പാർക്കിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകണം. അതെ, നമ്മളങ്ങോട്ട് പോകും. അതാ ഗൈസ് നമ്മൾ നടന്ന് ബിഗ് സെഫ് കണ്ടു. ഇതാണ് ബിഗ് സെഫ് കട. വിശന്ന് കണ്ണ് കാണാൻ വയ്യ, കാരണം എത്തി നമ്മൾ. കുഞ്ഞു എന്താ ഓർഡർ ചെയ്തേ? നമ്മൾ അപ്പോൾ മറ്റേ എൻ്റെ കൊലീഗ് പറഞ്ഞില്ല, അപ്പോൾ ആ ഡിഷ് തന്നെയാണ് നമ്മളിതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇഷ്കെൻഡർ എന്താ പറയുക, അത് അടിപൊളിയായിരുന്നു. നമ്മളിന്ന് കഴിച്ചപ്പോൾ നൈസായിരുന്നു. അപ്പോൾ ചൂടോടെ കഴിക്കാം. ഇപ്പോൾ 2 ഇഷ്കെൻഡർ ഓർഡർ ചെയ്തു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ ഡോണർ ബർഗർ ഉണ്ട്, ഇഷ്കെൻഡർ ഉണ്ട്. അപ്പോൾ അയാൾ പെട്ടെന്ന് വന്നപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോൾ എന്നാൽ ശരി 2 ഇഷ്കെൻഡർ പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പറഞ്ഞു. അടിപൊളിയായിരിക്കും. വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. വേഗം വന്ന ഫുഡ്. എൻ്റെ മുഖം കണ്ടില്ലേ? വിശന്നാൽ ഞാനിങ്ങനെയാണ്, ഞാനല്ലാതെയായി മാറും. അങ്ങനെ ഗൈസ് നമ്മുടെ സാധാ സംഭവം വന്നു. എക്സിൻഡർ അല്ലേ, ഇഷ്കെൻഡർ വന്നു. നമ്മളിതിനെ മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് അടിപൊളിയായിരുന്നു. കഴിച്ച സമയത്തൊക്കെ സൂപ്പറായിരുന്നു. ഇതൊരു ടർക്കിഷ് ഡിഷ് ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ വന്ന് നല്ല ഫ്രഷായിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ അതൊരു വേറെ ഫീലാണ്. എങ്ങനെയുണ്ട്? കിലോണോ? ഞാനൊന്ന് ക്ലോസപ്പിൽ എടുക്കട്ടെ. ഇത് തൈരല്ലേ, ഇത് കേട്, പിന്നെ ഇഷ്കിൻഡർ എന്ന് പറഞ്ഞാൽ ബീഫിൽ ടൊമാറ്റോ പ്യൂരിയൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ഡിഷാണ്. ബ്രെഡ് ഉണ്ട്. ചൂടില്ല. കുഞ്ഞു നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും ഇവിടെ വരുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ അല്ലേ? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതെ, എനിക്ക് ഒന്ന് തന്നെ മതി ഒരാൾക്ക് വയറ് നിറയാൻ. അടിപൊളി ക്വാണ്ടിറ്റിയാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു ബാക്കി കബാബ് ഷോപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസിയാണ്, പക്ഷെ എന്നാലും വെർത്താണ്. കാരണം എനിക്ക് തോന്നുന്നു ഇഷ്കെൻഡർ വേറെ എവിടെയും അങ്ങനെ കിട്ടൂലേ, ഈ ഓർസോല് കേട്ടിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. ഇവളുടെ ഇനിയും പകുതി ബാക്കിയുണ്ട്. കുഞ്ഞു എന്ത് പറയുന്നു? വയറ് നിറഞ്ഞാ? അതെ, കപ്പാസിറ്റി ഇല്ലാത്തവർ ഒന്ന് വാങ്ങി പകുതിയായിട്ട് കഴിക്കുന്നതായിരിക്കും. അതെ, എൻ്റെത് കഴിഞ്ഞു, എൻ്റെത് തീർത്തു. എവിടെ ഒരാൾ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ വയറ് വേഗം നിറഞ്ഞു. എനിക്കതിൻ്റെ പകുതി കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി പകുതി ഞാൻ ഹരിക്കാൻ കൊടുത്തു. എൻ്റെ ബാക്കി പകുതി കഴിക്കുന്ന ഹരി. ഹാപ്പി അല്ലേ? നീ ഉള്ളതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹാപ്പിയായി, വയറൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കണ്ടൊക്കെ കണ്ടോ, ഭയങ്കര ടയേർഡായിട്ടിരിക്കണ പോലെയുണ്ട്. പക്ഷെ ഞാൻ ടയേർഡല്ല, ഇപ്പം ടയേർഡല്ല, ഇപ്പം ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയി. വീട്ടിൽ പോവാ. അതെ, ഇനി റെസ്റ്റ് എടുക്കുക. വീക്കെൻഡ് ഏതായിരുന്നു, ഇനി കുറച്ച് നേരം കൂടെ ചില്ല് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിയായി. 9 മണിയായി. പക്ഷെ കണ്ടോ, സൺലൈറ്റ് ഇപ്പോഴും ഉണ്ട്. സമ്മറിൽ ഇവിടെ ഇങ്ങനെയാണ്, സൺലൈറ്റ് ഒരു 9:45 വരെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് സൺസെറ്റ്. അപ്പോൾ ബൈ ഗൈസ്, ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ.